അല്ല ചേട്ടാ, ഈ ചിറ്റിലപ്പള്ളി സ്ക്വയർ ഇതന്നെയാണോ? അപ്പൊ എല്ലാം പറഞ്ഞോളെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ശരി. യെസ്, ചിറ്റിലപ്പള്ളി സ്ക്വയർ. ചേട്ടാ, ചേട്ടൻ ചിറ്റിലപ്പള്ളിയിലെ ആളല്ലേ? അതെ ചേട്ടാ, ഈ സൂര്യ ചാനലിന്റെ ഓണ സെലിബ്രേഷൻ എവിടെ നടക്കുന്നതല്ല? അതിവിടെ തന്നെ. ഞാനിപ്പോ ആങ്കറിനത് കാണാൻ പോണ്. ഞാനും കാണാൻ പോവാണ്. ഇതൊന്ന് കൊടുക്കണം അവർക്ക്. ഇതെന്താ സംഭവം? എന്താ അവരുടെ ബ്ലൗസ് സാരി എന്താ? ആണോ? ചേട്ടൻ എന്തിനാ പണിയെടുക്കുന്നത്? ഞാൻ പോയി ചെയ്തോളാം. കൊടുത്തോളൂ. അപ്പൊ എല്ലാം പറഞ്ഞു. ഹാപ്പി ഓണം. ശരി. അത് പൊളിച്ചു. ദൈവമായിട്ട് തന്നതാന്ന് തോന്നുന്നു. അവളുടെ ബ്ലൗസ് അല്ലേ? അവൾക്ക് ഇന്ന് ബ്ലൗസ് ഞാൻ കൊടുക്കാം. ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. അവളുടെ ഒടുക്കത്തെ ബ്ലൗസ്. അല്ല ഏലി എന്നല്ല കഴിച്ചാന്നോ? ഓ ഞാൻ കഴിച്ചു. അല്ല നമ്മളെങ്ങനെയാ ഇപ്പൊ കാര്യങ്ങളില്? ആര്? ഞാൻ പ്രജ്വൽ, ആങ്കർ. എടാ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഇടിയപ്പം കോമ്പിനേഷൻ പറഞ്ഞ കിടുക്കാച്ച് കോമ്പിനേഷൻ ആണ്. ശരിക്കും പറഞ്ഞാലേ അറിയട്ടാ, ക്യാൻറ്റീനാന്ന് വിചാരിച്ചു ഇവിടേക്ക് വന്നയാ. ഇപ്പഴാ മനസ്സിലായ റെസ്റ്റോറന്റ് ആണ്. പോരാത്ത നമുക്ക് പബ്ലിക്കിനും വന്ന് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറന്റ് ആണ്. ഓ ആണോ? കഴിച്ചോ? കിട്ടോണ്ടിട്ടോ? ആണല്ലേ? കഴിക്കണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്ന് കഴിക്കാം. അല്ല, അത് വേറെ പറയാ ഞാൻ. ആണോ? അപ്പൊ എങ്ങനെയാ നമ്മള് എന്താ ചെയ്യാൻ പോണ? പ്ലാനിങ് നടക്കണ്ടേ? എന്ത് പ്ലാനിങ് ആണ്? അല്ല, ഇതെന്റെ കന്നി ആങ്കർ സംഭവമാണ്. എന്നെ ഒന്ന് പറഞ്ഞെന്നാൽ, ഒന്ന് ഹെൽപ്പ് ചെയ്തെന്നാൽ. അത് സെറ്റാക്കാം. അതൊരു വലിയ വിഷയമല്ലെന്ന്. നീ ഞാൻ പറയുന്ന നിന്ന് തന്നാ മതി. അല്ല, പക്ഷെ നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. നമ്മൾക്ക് ഒരു ചാൻസ്. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്ക് സെറ്റാക്കാം. നീ ഒരു കാര്യം ചെയ്യും, ഞാനത് കഴിച്ചു വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് ഫുൾ ഇതാക്കിയിട്ട് അവിടെ നിന്നാ മതി. ബാക്കി അവിടെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം വേണം. ഓക്കെ, ബ്ലൗസ് ഒന്ന് വരാനുണ്ട്. ഞാൻ പിന്നെ റെഡി ആവുമല്ലോ ഫുൾ. നീ റെഡി അല്ലേ? ആർട്ടിസ്റ്റുകളെ സെറ്റ് ചെയ്തോ. ഞാൻ അപ്പോഴത്തേക്ക് ഒന്ന് ഡ്രസ് ചെയ്യാം. ബ്ലൗസ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഇട്ട് ഞാൻ സാരി എടുത്ത് ഇറങ്ങും. കാണാറിയാ? ശരി. ജോൺ ചേട്ടാ, എത്ര കാലായി കണ്ടിട്ട്. കോൺസ്റ്റബിൾ മഞ്ജുല ഗിരിച്ചേട്ടനെ പോലെയാ വരാന്ന്. മഞ്ജു, ഇത് നമ്മുടെ ഓണപരിപാടി. വിളിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ ഇവിടെ കറങ്ങുന്ന? അല്ല, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പൊ ഓണപരിപാടിയാണ്. നല്ല ഗേൾസ് ഒക്കെ കാണുന്ന നോക്കിയപ്പോ 2 അരയന്നം. അരയന്നത്തിലേക്ക് കണ്ടിട്ട് നമ്മളിങ്ങനെ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാറ്. അടിപൊളി. ഇതൊന്നും ഒന്നല്ല, ഞാൻ കുറെ കറങ്ങി. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. റിയലി നൈസ് അല്ലേ? അല്ല, ആരാണ്? എന്താണ് കണ്ടിട്ട് മനസ്സിലായില്ലേ? ബെല്ലി ഡാൻസർ ആണോ? എന്റെ പൊന്നു വച്ചാൽ മാവേലി ആണ്. എന്ത് മാവേലി? മാവേലി. മാവേലി. ഇതെന്താടാ, നമ്മള് തിരുവാതിരയൊക്കെ കാണുന്ന ഇത് ഏതാ വധുവരി? എനിക്ക് തോന്നുന്നു ന്യൂജൻ. ഹലോ, ഇവിടെ ഒരു മുഖം അവിടെ. അത് കൊള്ളാം. പകുതി. അല്ല, പക്ഷെ എന്താ ഇങ്ങനെയായിപ്പോയെ? ശരിക്കും പലതരം മാവേലി കണ്ടിട്ടുണ്ട്. നല്ല വയറുള്ളത്, അതെ, കുറച്ച് മെലിഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ ഇത്രയും കൊലക്കെട്ട ഒരു മാവേലി എന്റെ സങ്കല്പത്തിൽ ഒരു മാവേലി, നമ്മളുടെ ഒക്കെ സങ്കല്പത്തിൽ ഒരു മാവേലി ഉണ്ടല്ലോ. അടുക്കള കളിയാക്കണോ? അല്ല, ശരിക്കും എന്താ മാവേലിക്ക് പറ്റിയേ? അങ്ങനെയൊന്നുമില്ല. മാവേലി എന്താണ് പറ്റിയത്? എന്താ പറയട്ടെ? എന്റെ പൊന്നു മച്ചാനെ, പാതാളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരവും. കൊട്ടാരമൊക്കെ ഇരിഞ്ഞു പോയി, നാശം പൂശോയി. ഇത് കണ്ട സ്വർണം പൂശിയ വള. എനിക്ക് ഇതൊക്കെ എല്ലാം കൂടി സെറ്റപ്പ് ചെയ്തിട്ട് പഴയ മാവേലിയുടെ പവർ അങ്ങ് തിരിച്ചെടുക്കാം. മനസ്സിലായില്ലേ? കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. അപ്പൊ അതിന് പച്ച ഇടം കയറണം. ഒന്നല്ലെങ്കിൽ യൂട്യൂബർ ആകണം, അല്ലെങ്കിൽ നല്ല റീൽസ് ചെയ്യണം, അല്ലെങ്കിൽ ഡെയിൻ മൈ ലൈഫ് ചെയ്യണം. ഡെയിൻ മൈ ലൈഫ് ഞാൻ ചെയ്ത് മടുത്ത് എന്നെ തന്നെ അല്ല കാണുന്നത്. എനിക്ക് എന്നെ വെറുപ്പായി. അതുകൊണ്ട് കൂടെ കയറിയിട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എടോ, ഞാനും കൂടെ ഒരു ടീമായിട്ട് ഒന്ന് കണക്ഷൻ. മാവേലി ടാലന്റ് കളിയാവുന്ന എങ്ങനെ? പാട്ട് പാടാനായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടെന്നാലും ഡാൻസിന് ഞാൻ പൊളിക്കും.
എന്റെ സ്വയം പൊട്ടി വെറൈറ്റി ആണ് വെറൈറ്റി വെറൈറ്റി സത്യം പറഞ്ഞ ഇവിടെ 6 മാസം മുന്നേ ഇവിടെ വന്നാണ്. 6 മാസം മുന്നേ ഇവിടെ വന്നു ഡാൻസ് പഠിക്കാൻ വന്ന് ഡാൻസ് പഠിക്കട്ടാ. ഞാൻ ഓൾറെഡി ഡാൻസറാണ്. അത് ശരി. ഇവിടെ വന്നപ്പോഴേക്കാൻ പറഞ്ഞു പൈസ എനിക്ക് ഭയങ്കര അത്യാവശ്യം. പൈസക്ക് വേണ്ടി ഇറങ്ങി വന്നപ്പോഴേക്കാണ് ഒരു ടീമിനെ പരിചയപ്പെട്ട് മണവാളൻസ് അറിയില്ലേ? പിന്നെ ഇങ്ങനെ ഈ മുണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ dance. ആ ടീമിൽ ഇപ്പൊ ഫുൾ ഹിറ്റാണ്. മനസ്സിലായി ഭഗവതി. അതെ, ഒരു ഡൗട്ട്. അല്ല, മാവേലി വന്നപ്പോഴേ ഇങ്ങനെ ശോഷിച്ച് മെലിഞ്ഞ് ഈ കണ്ടീഷൻ ആയിരുന്നോ? അത് പറയാനായിട്ടേ ഞാൻ ഇവിടെ വന്നിട്ട് അറിയാല അണ്ടർഗ്രൗണ്ട് ഫുഡ് അടിച്ചിട്ട് മതിയേ. അവിടെ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാ ഹോട്ടലിൽ കയറി കെട്ടിയ കുഴിമന്തി ഷവർമ അത് ഇതെല്ലാം വലിച്ചവരെ ഞങ്ങൾ തിന്ന് ഫുഡ് പോയിസൺ അടിച്ചാ? ഒരു റോസ് ഇട്ട പോലെ ഇപ്പൊ എന്റെ അവസ്ഥ. അതാണ് ഈ മുണ്ടക്കുടുത്ത നടക്കണത്. വല്ലാത്തൊരവസ്ഥയാണ്. ഒരു സൗണ്ട് കേൾക്കണ്ടില്ല അങ്ങോട്ടും. അതെ, അരയനോ അരേണ കണ്ടീഷനാണ്. ഓക്കെ, സെറ്റ്. ഓക്കെ വേറെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഓണപരിപാടിയൊക്കെ എന്തായാലും തകർക്കണ്ടേ? തകർക്കല്ലേ തകർക്കും. തകർത്തിട്ടേ അവിടുന്ന് പോകും. നമുക്ക് എന്തായാലും കുറച്ച് സമയമുണ്ട്. മാവേലി ഭയങ്കര ഡാൻസർ ആണെന്നാ പറയുന്നത്. അതെ. നമുക്കൊന്ന് റീൽ എടുത്താലോ? അത് പൊളിക്കും അല്ലേ? അല്ലേ? ആ ഓക്കെ അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? പോവാല്ലേ? പിന്നെന്ത്? യെസ്. നമ്മുടെ മാവേലി ഇവിടെ പോയി. അയാള് പോട്ടെ. അയാളുടെ കിരീടും മറ്റേ എന്താ ആ സംഭവമൊക്കെ എടുത്തിട്ട് വരട്ടെ. മാവേലിയുടെ ലുക്കാണെന്ന് പറഞ്ഞ് നിന്നാ മതിയോ? ഇതെന്താണോ സെറ്റപ്പ്? അത് ചോദിക്കരുത്. അത് എന്നോട് ചോദിക്കരുത്. അത് വെറും സസ്പെൻസ് ആണ്. ഒരു സസ്പെൻസ് ഇല്ല. ഇത് കുക്കറി ഷോ അല്ലേ? അപ്പൊ ആരോടും പറയണ്ട. ഒരു ചെറിയ കുക്കിംഗ് ഷോ തന്നെ. എങ്ങനെയാ കുക്കിംഗ് ഒക്കെ ഒരു വിഷയം ആണോ? എനിക്ക് ചെറുതായിട്ട് കഴിക്കാനല്ലാതെ എനിക്ക് കുക്കിംഗ് അറിച്ചുകൂടാ. ആ സ്നേഹ വാ. അറിയില്ലേ നമ്മുടെ സുരേഷ് ആണല്ലേ കളി വീട് എന്ന് പറഞ്ഞ സ്നേഹ. കുക്കിംഗ് അറിയോ? ഇത് കുക്കറി ഷോ ആണോ? അറിയോ? ഇല്ല ചേട്ടാ. നീ എന്താന്ന് വെച്ചാൽ ചോദിക്കും. ഞാൻ എന്നാ പോട്ടെ. അപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആണല്ലോ. നിങ്ങളൊരു ടീമായിക്കോ. റജുലേ, കുക്കിംഗ് അറിയാത്ത ഞങ്ങള് ടീമായിട്ട് എന്താ കാര്യം? അതും ശരിയാണല്ലോ. ഞാൻ കാത്തിരുന്ന ആളുകൾ എത്തി. പാരി ചേച്ചിയോ രേണുക ചേച്ചിയോ? ഓനെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോടാ. ചേച്ചി വർഷ സിനിമയ്ക്കകത്ത് മമ്മൂക്കട മോനായിട്ട് അയ്യോ, ആ തിരിച്ച തിരികെയാണ് ഇപ്പൊ അതെ, വളരെ വലുതായി. നമ്മുടെ സീരിയലിലെ അതെ ദേവിക ചേച്ചിയും സിദ്ധാർത്ഥ ഏട്ടനും. അതെ അതെ, അടിപൊളി. സുഖല്ലേ? പിന്നെ എങ്ങനെയാ നിങ്ങളുടെ യൂഷ്വൽ ഓണം പരിപാടികൾ? ഓർമ്മയുണ്ടേ? കുക്കിംഗ് അറിയോ? കഴിക്കാൻ അറിയാം. അതെ അറിയോ? നമുക്ക് തുടങ്ങിയാലോ? അല്ല, ആക്ച്വലി കുറച്ച് ആൾക്കാര് കനൽ പോലെ ചേച്ചിമാർ. സുഖല്ലേ ചേച്ചി? അടിപൊളിയായിട്ട് വന്നു. അപ്പൊ ഇതാണ്. അപ്പൊ എല്ലാരും കയ്യിൽ എത്തിയിട്ടുണ്ട് ഇവിടെ. അടിപൊളി. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നാലോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇയാള് സിനിമയിലല്ലേ അഭിനയിക്കുന്നത്? ആങ്കർ ചെയ്യോ? ചേച്ചി, ഞാൻ എന്റെ കയ്യിൽ ആക്ച്വലി ഒരു ജൂനിയർ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ആ ജൂനിയറിന് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനമില്ല. നീ ഉദ്ദേശിക്കുന്ന ആങ്കർ നമ്മുടെ എലീനയല്ലേ? അത് വേറെ ആരും അറിയണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും കൂടി ഓണാശംസകൾ പറഞ്ഞാലോ? അടിപൊളി. അടിപൊളി. അപ്പൊ നമ്മള് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഷോന്റെ പേരറിയണ്ടേ? അറിയണ്ടേ? ഷോയുടെ പേരാണ് അമ്പാൻ. ഈശ്വര. പേര് ഞാൻ പറയാം. നീ എന്താ വിചാരിച്ചേ? ഒരു കഷ്ണം ബ്ലൗസ് അങ്ങ് എടുത്തോണ്ട് പോയാൽ ഞാനങ്ങ് ഇല്ലാണ്ടാവുന്നോ? അല്ല, ഇതെന്റെ മുണ്ടല്ലേ? അതെ, നിന്റെ മുണ്ടാണ്. കാരണം ഞാൻ എലീന പഠിക്കലാണ്. എന്റെ ഒരു കഷ്ണം ബ്ലൗസ് നീ എടുത്തോണ്ട് പോയാൽ നിന്റെ ഡബിൾ മുണ്ട് ഞാൻ എടുക്കും. പരിപാടി തുടങ്ങണ്ടേ? ഈ ആവശ്യത്തിലാ? ഈ ആവശ്യത്തിൽ എന്താ കുഴപ്പം? പറയല്ലേ, നമുക്ക് തുടങ്ങിയാലോ കാര്യം. അപ്പൊ നമ്മുടെ പരിപാടിയുടെ പേരാണ് രുചിച്ചോണോ. നമ്മളുടെ ഈ ഷോന് വേണ്ടിട്ട് ഒരു വിശിഷ്ട അതിഥിന് ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അവരെ വിളിക്കട്ടെ? ഓ, നീ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വിളിക്കാം. Girls, hi. I like girls. Yeah, I like. അപ്പൊ ഇതാണ് നമ്മുടെ മാവേലി. കളറാക്കാൻ വന്നതാ.
തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ് ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ 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 ആവോ താമാരോ നാലാട് കൂടണല്ലോ ആവോ താമാരോ നാളാകെ ചുറ്റണല്ലോ ആവോ താമാരോ നാടകെ കൂടിയിട്ട് ആവോ താമാരോ രാക്കുളി കൂടണല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ആവോ താമാരോ ഇവരൊക്കെ റെഡിയാണ്, പക്ഷെ നമുക്ക് കാര്യം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. കാര്യം എന്നാടാ? ഐ അങ്ങനെ വെച്ചാ വൈകുന്നേരം ആരെങ്കിലും ഒരു സാധനം ഉണ്ട്. അത് വരുന്നുണ്ട്. ഏതൊന്ന് പോകണ്ടോ? എന്തത്? ഓണക്കളി. 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 ആ, അത് നല്ല idea. നല്ല idea. ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഓണക്കളി അല്ല ഇത്. പിന്നെന്താ? ഇത് കൊടമടി വെറൈറ്റി. കളിയാക്കല്ലേ, കാര്യം പറഞ്ഞ കളിയാക്കല്ലേ, ഫ്രഷ് കൊടമടി ആരും കണ്ടുണ്ടാവില്ല. ഞെട്ടിപ്പോ ആ അതന്നെ ടെസ്റ്റ് തിരിയല്ലോ. ഓക്കെ, അതെനിക്കറിയാം. ഭയങ്കര സിമ്പിൾ ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സമ്മാനം ഉണ്ടോ? സമ്മാനമുണ്ട്. പക്ഷെ വെറുതെ കുടം അടിച്ചാൽ പോരാ, കുടത്തിനുള്ള ട്വിസ്റ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് പറയുന്നത് പോലെ ചെയ്യുവാണെങ്കിൽ സമ്മാനം നിങ്ങളുടെ കൈകളിൽ. എവിടെ കുടം? റെഡി. അപ്പോ കുടം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സെലിബ്രിറ്റീസും കണ്ണടച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ പേര് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ കുടത്തിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഡയറക്ഷൻസ് കൊടുക്കാന്നുള്ളത്. പോകാൻ പറ്റില്ല, കൂടെ പോകാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ എല്ലാവരും ഈ കണ്ണ് കെട്ടി എല്ലാവരും ഒരുമിച്ചാണ് പോകാൻ പോകും. അയ്യോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സാന്ദ്രം. അത് മാത്രമല്ല ഈ കുടത്തിന്റെ അകത്ത് ഒരു സർപ്രൈസ് എലിമെന്റും കൂടി ഉണ്ട്. ആ ഒരു പേപ്പറാണ്. ആ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ടാസ്ക് എന്താന്ന് പറഞ്ഞോളൂ. അവിടെ ആരും തുറന്നു നോക്കരുത്. ഇനി ആദ്യം ചെന്ന് കുടം പൊട്ടിച്ച് എടുത്തോണ്ട് വരുന്ന ആൾക്ക് 3 മിനിറ്റ് ഗ്രേസ് ടൈം ഉണ്ട്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും പിന്നീട്. രണ്ടാമത് പൊട്ടിക്കുന്ന ആൾക്ക് ലഭിക്കുന്നത് 2 മിനിറ്റും, മൂന്നാമത് പൊട്ടിക്കുന്ന ആൾക്ക് 1 മിനിറ്റും, നാലാമത് പൊട്ടിക്കുന്ന ആള് ഞാൻ പൊട്ടിച്ചു തരാം. എന്താ? ഓക്കെ, അപ്പൊ റെഡി? റെഡി. നിങ്ങളുടെ മെമ്പേഴ്സ് റെഡി ആണോ എന്ന് ചോദിച്ചാൽ ചേച്ചി റെഡി അല്ലേ? കണ്ണു തുറന്നൊരു സാധനം എടുത്തോ. അതിഗംഭീരമായിട്ട് നമ്മൾ ടാസ്ക് വിജയിച്ചിരിക്കുകയാണ്. പക്ഷെ ആദ്യമായിട്ട് പൊട്ടിച്ചത് അവിടെ നോബിൻ ചേട്ടനാണെങ്കിലും അതിന്റെ ഉള്ളിലെ ആ സർപ്രൈസ് എലമെന്റുമായിട്ട് ഫസ്റ്റ് എത്തിയത് അമ്പിളി ചേച്ചിയുടെ ടീം. അപ്പൊ സാൻഡ്രയും അമ്മയ്ക്കാണ് 3 മിനിറ്റ് ഗ്രേസ് ടൈം കിട്ടുന്നത്. രണ്ടാമത് എടുത്തുകൊണ്ട് ഓടിയിരിക്കുന്നത് നോബിൻ ചേട്ടനാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 2 മിനിറ്റ്സ് ആണ്. ഓക്കെ, തേർഡ് ഇവിടെ 1 മിനിറ്റ് കിട്ടും. ഇനി ആ സീക്രട്ട് എലമെന്റ് എന്താന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം അമ്പിളി ചേച്ചി. യെസ്, ദേഷ്യം. ഓക്കെ, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് സങ്കടം. ഓ, രണ്ടാമത് സങ്കടമായി പോയി. ഓക്കെ, മൂന്നാമത് കിട്ടിയിരിക്കുന്നത് ശരി. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങളായിട്ട് പറയുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് സ്വിച്ച് എന്നൊരു സാധനം. ആ സ്വിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏതാണോ ഭാവം, ആ ഭാവത്തിലായിരിക്കും പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കുക്കിങ്ങിന് ഇടയ്ക്കാണെങ്കിൽ പൂച്ചറി ദേശത്താണെങ്കിൽ മുളകൊക്കെ എടുത്ത് എന്താ പറയുക, അങ്ങനെ ആയിരിക്കും ഇനി പോകുന്നത്. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും നമ്മൾ പറഞ്ഞു. നീ ഇങ്ങനെ ഷെഫിനെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ വിളിക്കും. അതുകൊണ്ട് ഷെഫിനെ വിളിക്കാം. ഷെഫ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയട്ടെ. ഷെഫിനെ വിളിക്കാം. അയ്യോ, നമ്മുടെ മാവലിക്ക് എന്ത് പറ്റി? അത്ര വലിയ സംഭവമൊന്നുമില്ല, ഒരു ചെറിയൊരു വയറിളക്കം. അത് വിട്ടേക്ക്. ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഷെഫ് ഷിനോയ് ആൻഡ് ചിറ്റിലപ്പള്ളി സ്ക്വയറിലെ ഷെഫായ ഷെഫ് സൗജൻ.
ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരമാക്കുവാനായിട്ട് ഇവരൊക്കെ റെഡിയായിട്ട് നിൽക്കണേണ്. ഇവർക്ക് ഗംഭീര സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും ടേസ്റ്റില് രുചികരമായിട്ട് സദ്യ ഉണ്ടാക്കുന്നവരെ നമ്മൾ വിജയിപ്പിക്കും. പിന്നെ സദ്യ ഇല്ല നടക്കുന്ന കാര്യമാണോ? നിങ്ങൾക്ക് 50 ഐറ്റം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റിന്റെ ഇതൊക്കെ എവിടെ? സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് 5 മിനിറ്റ്സ് ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കാനുള്ള സമയം. അതിനുശേഷം ഒരു 5 മിനിറ്റ് തരും. ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാം. കാരണം ബാക്കിയുണ്ടെങ്കിൽ അതിന് മൈനസ് മാർക്കുണ്ട്. നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള നമ്മുടെ എന്താ പറയുക യൂട്ടൻസിൽസ് ഉണ്ട്. ഇത് നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയറിന്റെ അടിപൊളിയായിട്ട് ഈസി പീസി കുക്കിംഗ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. അണ്ണാ പറ അപ്പൊ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് അവർക്ക് നമുക്ക് 5 മിനിറ്റ് കൊടുക്കാം. Okay, the next 5 minutes. Your time starts now. ഓണത്തല്ലതാ നടക്കാൻ പോവുകയാണ്. ബുദ്ധിപൂർവ്വം ഒരാൾ ഓൾറെഡി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങുമായിട്ട് അത് അമ്പിളി ദേവി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാത്തിനും ഓരോ കിലോ എടുത്തോണ്ട് വരികയാണ് സ്നേഹ. അവസാന മിനിറ്റ്, 1 മിനിറ്റ് ബാക്കി. എല്ലാരും കിച്ചണിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഇനി കാര്യമില്ല, ഒന്നൊക്കെ വഴിയെ നമുക്ക് നോക്കാം. അപ്പൊ കാര്യത്തിലേക്ക് നീ അതെടുത്തോ, ഞാൻ ഇങ്ങോട്ടേക്ക് പോയി. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാരും ഇല എടുത്തിട്ടുണ്ടോ? എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കൈരസകരമായി കൊണ്ടുവച്ചത്. ഇനിയിപ്പോ ഒന്നും പറയാം, നമ്മളെ കൊണ്ടുവച്ചത് ആരും വെച്ചിട്ടില്ല, അവിടെ ഇല ഉണ്ടായിരുന്നു. ശരി, അപ്പൊ ടൈം സ്റ്റാർട്ട്സ് നോ. നമ്മുടെ യൂട്ടൻസിൽ കുക്കിംഗ് അങ്ങനെ നിങ്ങളുടെ പാചകം രസകരമാക്കി ഈസിയായി തുടങ്ങാൻ പോവുകയാണ്. രണ്ട് തക്കാളി ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിക്ക് ആ കുട്ടി ചോദിക്കാണ്. 2 തക്കാളി കൊടുക്കുവാണെങ്കിൽ മഞ്ഞപ്പൊടി അവിടെ കിട്ടും. മേഘനെ ഉപ്പ് തരുമോ? മലയാളം കൊടുത്താരാ? ഹലോ കരയുന്ന വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട്. എന്തായിരുന്നു പാവം? എളിമ. ഗിരിച്ചേട്ടാ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ സ്വിച്ചിൽ തന്നെ അല്ലേ കാണുമോനെ? നിങ്ങൾക്ക് എന്തോ സ്വിച്ച് ചെയ്യാനുണ്ടായിരുന്നല്ലോ. കിട്ടി സ്വിച്ച്. അമ്പിളി ചേച്ചിയെ. അപ്പൊ അമ്പിളി ചേച്ചി ദേഷ്യം കാണുന്നില്ല. അപ്പുറത്ത് പോയി അവരെന്താ ചെയ്യണേ നോക്കേ. അത് വേണ്ടായിരുന്നു. അല്ല, കുട്ടീന്റെ ദേഷ്യതാണോ? ഡിസ്റ്റർബ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോകും പ്ലീസ്. അത് ദേഷ്യമില്ല, കുറച്ചുകൂടി ദേഷ്യം വരട്ടെ. ഡിസ്റ്റർബ് ചെയ്യാം പ്ലീസ്. വെട്ടരുത്. അങ്ങോട്ട് ഞാൻ പോകും. സത്യയുടെ കയ്യിലുള്ളത്. അതെ. ഇഞ്ചി കുത്തിപ്പഴിഞ്ഞൊരു കട്ടൻ ചേരാൻ പറ്റും. പറ്റുള്ള തീരെ പറ്റുള്ള അവിടെ കിട്ടും. ഇവിടെ കിട്ടും. അതാ അവിടെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. പൈനാപ്പിൾ കഷ്ണം തരാം. പയറ് ഒരു പൈനാപ്പിൾ ജ്യൂസ് പീസ്. പൈനാപ്പിൾ കഷ്ണം തരാം. മാവേലി കുറച്ച് മുളക് മാവേലി എവിടെ ഉണ്ടല്ലേ മുളക് പൊടിൻ്റെ അകത്ത് എനിക്ക് വയറ് അവരാ ചെയ്തത്. ഒന്ന് വാങ്ങിട്ട് ഒന്നത് വയറ് വേണ്ടിരിക്കാൻ പേരൊന്നുമില്ല. എന്താ ഭയങ്കര ശല്യാണല്ലോ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ പറ്റില്ല. പറ്റില്ല. നല്ല പോലെ പോയിക്കൊണ്ടിരിക്കണം. അതാണ് എന്റെ പ്രശ്നം. അതെന്താ ഞാൻ പറയാം, ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് ഓണം വെക്കണം. വെക്കണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഗ്രേസ് ടൈമിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്താലോ? അത് അടിപൊളി. അതിലേ കുറെ പേർക്ക് കുറെ സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഗ്രേസ് ടൈം കൊടുത്ത് വേണമെങ്കിൽ അവരത് എടുത്തോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീം മെമ്പേഴ്സ് എല്ലാരും ഇവിടെ നോക്കണം. നിങ്ങൾ നേരത്തെ കലം പൊട്ടിച്ച് കിട്ടിയ ടാസ്കിൽ ഗ്രേറ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ 3 മിനിറ്റ് കിട്ടിയിരിക്കുന്ന ടീമായിരുന്നു ഞങ്ങള്. ഇവിടെ ഞങ്ങൾ ശരി, നിങ്ങൾക്ക് 3 മിനിറ്റ് ടൈം ഉണ്ട്. വേണ്ട സാധനങ്ങൾ ഓടിപ്പോയി എടുത്തു.
2 മിനിറ്റ് ആൾക്കാർക്ക് എനിക്ക് 2 മിനിറ്റ് 1 മിനിറ്റ് ആൾക്കായിരുന്നു 1 മിനിറ്റ് ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്തോ. 6 ആർക്കും ബെല്ലും വേണ്ടേ? 3 ആർക്കും വേണ്ടേ? നമുക്ക് എഴുതാനോ 1 നമ്മുടെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കേണ്ടത്. ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ പാവം ഞാൻ കിടന്ന് അലക്കുകയാണ്. ഇനി ഞങ്ങൾ ഒരു ഡാൻസ് പാർട്ടിയാണ് ഇവിടെ നടത്താൻ പോകുന്നത്. കിച്ചൺ ഡാൻസ് പാർട്ടി. ഈ കിച്ചൺ ഡാൻസ് പാർട്ടിയിൽ എല്ലാവരും പങ്കെടുക്കാം. ചെയ്യേണ്ട ഇതാണ്, നിങ്ങളുടെ ടീം മെമ്പറിൽ ഒരാളായിരിക്കും ഡാൻസ് കളിക്കാൻ മുന്നോട്ടേക്ക് വരുന്നത്. അതെ. പക്ഷെ വെറും കൈയോടെ അല്ല മുന്നോട്ടേക്ക് വരുന്നത്. മാക്സിമം പച്ചക്കറി കൊണ്ട് നിങ്ങളെ അലങ്കരിച്ച് വേണം മുന്നോട്ടേക്ക് വരാൻ വേണ്ടി. അതെ. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഇരിക്കുന്ന വെജിറ്റബിൾസ് മാക്സിമം നമ്പർ ഓഫ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗ്രേസ് ടൈം കിട്ടും. ഈ വെജിറ്റബിൾസ് ഈ യൂസ് ചെയ്യുന്ന അതേ വെജിറ്റബിൾസ് കൊണ്ട് നിങ്ങൾ ഡാൻസ് മനോഹരമായിട്ട് ചെയ്യണം. പക്ഷേ അതിന്റെ സ്റ്റെപ്സ് പറയുന്നത് നമ്മുടെ മാവേലി ആയിരിക്കും. ആ മാവേലിയുടെ അതേ സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിനും ഉണ്ടാവും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക്. ഒരു വെജിറ്റബിൾ കൊണ്ട് മാത്രം നിങ്ങൾ അലങ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. ഓക്കെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാലയുണ്ട്, നെറ്റിച്ചുട്ടി പോലെ ഒരു സാധനം ഉണ്ട്. 2 വെജിറ്റബിൾസ് ഇവിടെ